Oh. Ah, Hello, welcome back to our channel 2020 at 2025. ഞാൻ പാർവതി. ഞാനായിരിക്കും നാളെ വീട് വെച്ച് നാളെ പ്രൊഫഷൻ പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബന്ധന ചെയ്തില്ല അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ. ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതുപോലെ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടണം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്, അവരോട് കടപ്പാടുണ്ട്. ഞങ്ങൾ എഴുതിലൂടെ ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോ എന്ന്, വീട് ചോരുന്നുണ്ട്, ഇതുപോലെ നിങ്ങളെ പല വീഡിയോ ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇതിന് ആദ്യമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അവർ വന്നുണ്ടെന്നില്ല ചോരുന്നുണ്ടെന്ന്. അപ്പം ഇദ്ദേഹത്തിന് തെറ്റാണ്. ഇദ്ദേഹം അത് കണ്ടോണ്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു. രേണുസുതി പറഞ്ഞത് 200% കള്ളമാണ്, അവിടെ ചോരുന്നില്ല ഒന്നും. എന്തായാലും ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കണം, ഒരു ചോരാത്തോ അല്ല നനയെന്നുള്ള വാക്ക് വ്യത്യാസം വന്നാൽ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അതിനോടനുബന്ധിച്ച് പിന്നെ പറഞ്ഞു ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് രേണു പറഞ്ഞത് ശരിയാണ്. കോൺക്രീറ്റിന്റെ ഭാഗത്തൊന്നും ചോരുന്നില്ല. നമുക്ക് അറിയത്തില്ല അവിടെ കാണാൻ. ഈ സിറ്റ് ഔട്ടിന്റെ ഞാൻ നാളെ കാണും. ഈ സിറ്റ് ഔട്ടിന്റെ ബീമിന്റെ അടിഭാഗം വട്ടത്തിൽ ഇത്രയും പെട്ടെന്ന് ലീക്ക് ഉണ്ട് അവിടെ. ഞാൻ എന്നിട്ട് ഇന്ന് വരെ ഞാൻ വേണ്ടിയില്ല. എന്താ എനിക്ക് ആ വൃത്തികൾ അത് കാണിക്കാം. മുഴുവൻ ഒരു വർഷം തികഞ്ഞില്ല, തേപ്പ് മുഴുവൻ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. ഈ അകത്തെ പോകാത്ത തന്നെ അറിയാം. അകത്തെ ഭാഗത്ത് നനയുന്നില്ല. നനയുന്ന ഭാഗത്ത് മുഴുവൻ പോകാൻ ഞങ്ങൾ കാണിക്കാം. ഇതേപോലെ ഒരു ഹായ് ഗൈസ്, ഇന്നലെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. ആദ്യമായിട്ട് ചെയ്തതാണ് രേണുസുതിയുടെ. പക്ഷേ ഇന്ന് രാവിലെ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ചാനൽസിന് വളരെ പാവമായിട്ട് വന്ന്, ഇന്നലത്തെ മസിൽ പവർ ഒന്നുമില്ല, വളരെ നിഷ്കളങ്കനായിട്ട് രേണുസുതിയുടെ അച്ഛൻ, അതായത് തങ്കച്ചൻ വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു. അതായത് മറുനാടൻ എക്സ്ക്ലൂസീവിനകത്താണ് വന്നത്. എന്ത് പാവമായിട്ടാണ് അയാൾ അതിനകത്ത് സംസാരിക്കുന്നത്. ഇന്നലെ വേറൊരു ചാനലിനകത്ത് ഭയങ്കര ഫയറായിരുന്നു, പുള്ളി പൊട്ടിത്തെറിക്കുമായിരുന്നു. ആ ഒരു പൊട്ടിത്തെറിയൊന്നും ഇന്ന് കണ്ട വീഡിയോയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ മനുഷ്യർക്ക് സ്വിച്ച് ഇട്ട പോലെയാണ് പുള്ളിയുടെ സ്വഭാവം മാറുന്നത്. അതുപോലെയാണ് മകളുടെ സ്വഭാവം മാറുന്നത്. നിങ്ങളൊരു കാര്യം അറിയണം തങ്കച്ച, നിങ്ങളെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്നാൽ പിന്നെ വായും പൊട്ടി മിണ്ടാണ്ടിരിക്കണം. നിങ്ങൾ ഈ പിരി ഇറക്കി കൂട്ടി ആ രേണുസുതിനെ ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ ഒന്നാതെ നിങ്ങളുടെ മകൾക്ക് ഒരു 10 വയസ്സിന്റെ വിവരമില്ലെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ അതും ഇതെല്ലാം ആ പെങ്കൊച്ചിനെ പറഞ്ഞു കൊടുത്ത്, ഇനി 30-34 വയസ്സുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കുത്തും എല്ലാം വെച്ചിട്ട് ഒരു 15-15 ഇല്ല, 10 വയസ്സുള്ള പിള്ളേരെ വിവേകം പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ പെരുമാറ്റവും. നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയൊക്കെ ആണെങ്കിലും കാണിക്കുന്ന ചേഷ്ടകളൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധാരണ ഒരു നോർമൽ അല്ല പുള്ളിക്കാരി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയാസിന്റെ ഒക്കെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പൂച്ച എടുക്കുക, അയ്യോ പൂച്ച കടിച്ചു, അതിൻ്റെയൊക്കെ റിയാക്ഷൻസ് ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി കാണുക. കാരണം തങ്കച്ചൻ അവിടെ കിടന്ന് തകർത്ത് മറിയുവാണ്. ഈ പെങ്കൊച്ച് ബാക്കിൽ ഇരുന്നിട്ട് ഒരു നഴ്സറി കൊച്ചൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഇതാക്കിയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഒരു വിവരവും ഇതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കൊച്ചിനെ നിങ്ങളിങ്ങനെ പിരികേറ്റി കിടന്ന് വിടുമ്പോഴത്തേക്ക് അത് നിങ്ങൾ എന്നുള്ള വലിയ സംഭവമെന്ന് വിചാരിച്ച്, എൻ്റെ അപ്പൻ എന്തോ വലിയ സംഭവമെന്ന് വിചാരിച്ചാണ് ആ കൊച്ചി ഈ മീഡിയസിൻ്റെ ഫ്രണ്ടിലും വന്ന് ഈ കിടന്ന് കാണിക്കുന്നത്. അതൊന്നും മകളെ പറഞ്ഞു ഞാൻ ആരോട് പറയാനാ, നിങ്ങൾക്കും ഇല്ല വിവരം. പിന്നെ അവിടെ ഈ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഇയാൾ തന്നെ പറയുന്നുണ്ട്, തങ്കച്ചൻ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് 10-60 വയസ്സ്, എനിക്കൊന്നും നോക്കാനില്ല. രേണു നീ ഇത് കേൾക്കാം. പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളിക്ക് ശരിയാണ് അയാൾ പറയുന്നത്, പുള്ളിക്കൊന്നും നോക്കാനില്ല, 10-65 വയസ്സായി. എന്നാൽ രേഷ്മ നീ എങ്ങനെയല്ല, നിനക്ക് 30-34 വയസ്സായാലും നിനക്ക് ഇനിയും ജീവിക്കണം. നീ കാണിക്കുന്നതൊന്നും അഭിനയമല്ല, അത് ആദ്യം നിന്ന് മനസ്സിലാക്കും. നീ കാണിക്കുന്നത് കോപ്രായമാണ്. നിന്റെ ഈ ചേഷ്ടകൾ വിറ്റാണ് ഇപ്പം നിന്റെ കൂടെ ഉള്ളവര് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ നീ എടുക്കുന്ന ആൽബംസും അങ്ങനെയൊന്നും അത് റീച്ച് ആവുന്ന നിന്റെ ചേഷ്ടകൾ കൊണ്ട്, അത് നിന്റെ അഭിനയം നന്നായിട്ടല്ല. അതായത് നീ ആ ഒരു സത്യം നീ മനസ്സിലാക്കണം. നിന്റെ അഭിനയം ഒട്ടും കൊള്ളത്തില്ല. ഇതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ കൊച്ചു കുട്ടികൾ, 5 വയസ്സുള്ള കുട്ടികൾ വരെ ഇതിന് നന്നായിട്ട് അഭിനയിക്കില്ല, അവർ ജീവിക്കുകയാണ്. അതും ഇടയ്ക്കൊക്കെ നീ അങ്ങനത്തെ വീഡിയോസ്, കുഞ്ഞു പിള്ളേരൊക്കെ അഭിനയിക്കുന്ന ഓരോരോ വീഡിയോസൊക്കെ നീ എടുത്ത് വെച്ച് കാണുകയാണ്. എന്നിട്ട് നീ കാണിക്കുന്നത് കോപ്രായമാണോ അഭിനയമാണോ നീ തന്നെ ഒന്ന് വിലയിരുത്തി നോക്ക്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പം ഈ കാലവും കഴിഞ്ഞു പോകും. അപ്പം നിനക്കൊരു ജീവിതമുണ്ട്. ഇപ്പം ഈ നിൽക്കുന്ന ഈ നിന്നെ കിടന്ന് ഈ തുള്ളിക്കുന്നവരാരും വന്ന് കാണണമെന്നില്ല. ജീവിക്കത്ര കാലം നല്ല പേരുണ്ടാക്കി ജീവിക്കാൻ നോക്ക്. പിന്നെ ആരോട് പറയാൻ, ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ലെന്നറിയാം. പിന്നെ ഇപ്പം വന്നേക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ തേച്ച് മെഴുകുന്നുണ്ട്. ഇത് ആരുണ്ടാക്കിയതാണ് രേഷ്മ? നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച ഓരോരോ കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അവരാണ് താമസിക്കുന്നത്, ഇവരാണ് താമസിക്കുന്നത്, ആരാണ് താമസിക്കുന്നത്. ആ കിച്ചു എന്ന് പറഞ്ഞ പയ്യനെ ഒരു തവണ പോലും നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല, അവരുടെ വീട്ടുകാരും വന്നിട്ടില്ല. നിങ്ങൾ അവിടെ താമസിക്കുന്നു പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ വീട്ടുകാരോ അവർ സുധിയുടെ വീട്ടുകാരും ആരും തന്നെ ഒരു
ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം ഛർദ്ദിച്ചിട്ടത് ആരാണ്? രേണു ഈ തങ്കച്ചനും നിങ്ങൾ രണ്ടും കൂടെയാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മകന്, നിങ്ങൾ തങ്കച്ച ഒരു കാര്യം വിചാരിക്കണം, നിങ്ങളുടെ മകളുടെ ജീവിതം കളയുന്നത് നിങ്ങൾ തന്നെയാണ്. അതാണ് മനസ്സിലാക്കണം. പിന്നെ ഈ സോഷ്യൽ മീഡിയക്കാർക്ക് അവർക്കൊരു കണ്ടന്റാണ്. നിങ്ങൾ ഈ വളവളവളാന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊരു കണ്ടന്റാണ്. നിങ്ങൾ അയലക്കത്ത് എന്നിട്ട് പറയുന്ന പോലെയല്ല ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അതിലൂടെ പറയുന്നത്. അവർ റിയാക്ട് ചെയ്യും. അവർ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്കൊന്നും പോകാനില്ല രേഷ്മ. അവർക്ക് പൈസ കിട്ടുകയുള്ളൂ. പോകാനുള്ള നിനക്കേ ഉള്ളൂ. നിന്റെ ഗുഡ് വില്ലാണ് പോകുന്നത്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ കണ്ട പ്രജീഷും അവരാരും, പ്രജീഷൊക്കെ ആണെങ്കിലും നിന്റെ ഇത് വെച്ചിട്ട് അവർ നാളെ ഒരു ലെവലിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിന്റെ ആൽബം എടുക്കുന്നത് ശരിയാണ്, 3 ലക്ഷം 4 ലക്ഷം വ്യൂസ് ഒക്കെ ആൽബത്തിന് കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ആൾക്കാർ ഇതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള, ഈ തോന്നിവാസം കാണാനുള്ള ഒരു ത്വര കൊണ്ടായിരിക്കണം അവർ ഈ നിന്റെ ആൽബം ഒക്കെ എടുത്ത് കാണുന്നത്. പിന്നെ നീ അഭിനയിക്കുന്നേക്കാളും എത്രയോ നന്നായിട്ടാണ് ആ പ്രജീഷിന്റെ കൂടെ അവരുടെ വൈഫ് ഓരോന്ന് ചെയ്യുന്നത്. ഒട്ടും, പിന്നെ അതുമല്ല നിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ പ്രജീഷ് ഒട്ടും കംഫർട്ടബിൾ ആകും. ആരോട് എന്ത് പറയാനാ? ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും മടങ്ങി ഒതുങ്ങി ജീവിക്കുക, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. ഇതൊക്കെ ആരോട് പറയാൻ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്തെയോ? ഊന്ന് നിറം മാറുന്ന പോലെ അപ്പൻ്റെ മകളുടെയും സ്വഭാവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉളുപ്പില്ലാതാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് മാറി പറയുന്നത്. ഇതൊക്കെ ഒരു എവിഡൻസ് ആണെന്ന് ഓർക്കണം. ആരുടെ ജീവിതം പോകുന്നു, ഞങ്ങളുടെ ആരും ജീവിതം പോകത്തില്ല. പോകുന്ന ജീവിതം നിന്റെ തന്നെയായിരിക്കും. ഈ പറഞ്ഞ തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് 10-60 വയസ്സ്, എനിക്കൊന്നും നോക്കാനില്ല. ശരിയാണ്, അയാൾക്കൊന്നും നോക്കാനില്ല. അതുപോലെയല്ല നിനക്ക് 2 പിള്ളേരുണ്ട്. പിന്നെ കിച്ചു അവൻ എങ്ങനെയും ജീവിച്ചോളും. പക്ഷെ നിന്റെ ചെറിയ കൊച്ച് റദ്ദപ്പൻ, അവന് ഒരു 10-15 വയസ്സ് വരെയെങ്കിലും രേണു നിന്റെ സഹായം ചിലപ്പോൾ അവന് ആവശ്യം വന്നേക്കാം. അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അവനും പുറത്തിറങ്ങി. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായതുകൊണ്ടാണ് അവൻ ആ നാണക്കേടൊന്നും അറിയത്തില്ല. അവനും പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ. സമയമൊന്നും വൈകിട്ടില്ല, ഇനി മാറാൻ അവസരങ്ങളുണ്ട്. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ കിട്ടിയെന്ന് കേൾക്കുന്നു. അവിടെ പോയി നല്ലതായിട്ട് ഇതൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യുവാണെങ്കിൽ, ഇതങ്ങനെയല്ല, നല്ല ജെന്യുവലായിട്ട് നിന്ന് പെർഫോമൻസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിന്റെ ഇപ്പം കിട്ടിയൊക്കെ ഈ മോശം പേരൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. നല്ലത് വരട്ടെ. താങ്ക് യു. അപ്പം ഗൈസ്, വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, ബൈ.